അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം അത് രാവിലെ എഴുന്നേറ്റിട്ട് അത്തപ്പൂക്കളമൊക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതൊന്നും പറ്റിയില്ല കേട്ടോ. എഴുന്നേക്കാൻ വളരെ താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ നേരം വെളുത്തിട്ടാട്ടോ അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട്. അങ്ങനെ അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നേരെ അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ പുറകെ ക്യാമറയും കൊണ്ടുള്ള പരിപാടികൾ തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒപ്പിയെടുക്കാനൊക്കെ കൊണ്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു കുട്ടി വീഡിയോ കേട്ടോ നമ്മുടേത്. അപ്പോൾ അതാണ് നമ്മുടെ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് തോരനും ഇഞ്ചിക്കറിയും മോരുകറിയും പുളിശ്ശേരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഓണസദ്യ നമ്മൾ കഴിക്കാൻ പോകട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് വളരെ സന്തോഷത്തോടു കൂടി ഓണസദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊരു ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞമ്മയും ചിറ്റപ്പനും ഒക്കെ എത്തി. പിന്നെ അവരോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അവിടെ വന്ന് കാശിക്കൂടനും പാറക്കുട്ടിയും കൂടെ പൂവാരിയെറിയലും മത്സരമായിരുന്നു. പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ചേട്ടൻ്റെ മറ്റൊരു പെങ്ങളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെയും ചെന്ന് ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ കല്ലുപണിൻ്റെ കുറച്ച് കാര്യപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ നേരെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് വന്ന് എല്ലാവരുമായിട്ടും കാര്യം പറയുകയും എടുക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നമ്മൾ പെതുക്കെ അങ്ങനെ ഇറങ്ങാൻ പോകട്ടെ. ഇന്ന് ഫുള്ള് ടൂറാണ്. അങ്ങനെ നമ്മൾ നേരെ അപ്പച്ചിയുടെ വീട്ടിൽ വന്നു. അങ്ങനെ അവിടെ വന്നിട്ട് അവരുമായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയുകയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പച്ചിയുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള അച്ചപ്പം, കളിയടയ്ക്ക, ഉപ്പേരി, ശർക്കര വരട്ടി ഇതൊക്കെ എടുത്തുകൊണ്ട് തന്നു. അതൊക്കെ നമ്മളങ്ങ് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഓണസദ്യ ഓണാഘോഷങ്ങൾ ഇതിൽ ഒതുക്കുവാണ്. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.